ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നമ്മുടെ മല്ലുമിനാട്ടി 3.0 കാണാൻ പോയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ആരാ നോക്കിയാലോ? ആരാ? ഞാനാ. ഗൈസ്, അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഗൈസ് ഇവിടെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. കളറ് സൂപ്പർ. ഇവിടെ കളറിന് തന്നെ നെയിൽ പോളിഷ് വാങ്ങിയിട്ട് മാച്ച് എൻ്റെ ഫോണിൻ്റെ കേസും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 മണി നമുക്ക് അവിടുത്തെ കടയിൽ പോയി മേടിച്ചാലോ? അവിടെ ഒരു കട ഇവിടെയാണ് നിറയെ ആൾക്കാരുണ്ടാവുക. ഗൈസ്, അപ്പോൾ നമുക്ക് ഗൈസ് എൻ്റെ ബിരിയാണി ടെസ്റ്റ് ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഉള്ളത് തന്നെയാണോ? ഓക്കെ, വീഡിയോ വരാനിടോ. ഗൈസ്, നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം ചെറുതായിട്ട്. ഏത് നല്ല കളറായിട്ട് ലോങ് ക്യൂ ആണ്. യൂട്യൂബ് ചാനല്. ഹലോ ഗായ്സ്, അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എടുത്തൊരു ചെറിയ പോർഷൻ മാത്രം ഞാൻ അവിടെ ആഡ് ചെയ്തതാണ്. കാരണം പോവാൻ വേണ്ടി ധൃതിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല, എനിക്ക് കോൾഡായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് കാണുക. പിന്നെ നമ്മൾ നേരെ ഒരു 7:30 അങ്ങനെ ഇറങ്ങിയിട്ട് 8 o'clock ആകുമ്പോൾ എത്തും. അത് ആ ഡിസ്റ്റൻസിലുള്ള ദൂരത്തായിരുന്നു HSR ഉണ്ടായിരുന്നത്. നമ്മൾ നേരെ പോയി. അപ്പോൾ ഒരു വൈറ്റ് ലോട്ടസ് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ അവർ മല്ലുമിനാട്ടി 3.0 വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റായിട്ടാണ് അവരെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണത്. എനിക്ക് ഇവിടെയൊക്കെ വോയിസ് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പല സ്ഥലത്തും എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വോയിസ് ഓവർ കൊടുക്കണത് അവിടെ ഫുള്ള് പാട്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് എന്തായാലും വരും. അതുകൊണ്ടാണ് എനിക്കവിടെ കറക്റ്റ് അതിൻ്റെ വോയിസ് കൊടുക്കാൻ പറ്റാത്തത്. പ്രോപ്പറായിട്ട് വോയിസ് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു വീഡിയോ ഒന്നുകൂടി നന്നായേനെ. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബോറായിരിക്കും. പിന്നെ ഞങ്ങൾ അങ്ങനെ ചെന്ന പടത്തേന് ഞാൻ വാഷ്റൂമിലാട്ടോ പോയത്. വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ ഏതോ 2 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തേക്ക് പോകും. അപ്പോൾ ഞങ്ങളവിടെ അവരുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ പുറത്തിറങ്ങി. അപ്പോൾ അവർ ചിരിച്ചിട്ട് ഇറങ്ങി വരിക. അതാണ് ഫസ്റ്റ് കണ്ട് ചിരി കേട്ടോ. പിന്നെ തിരിച്ചു വന്നിട്ട് ഇവർ ഒന്ന് ലൈറ്റെല്ലാം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കിടിലനായിരുന്നു. നമ്മളിപ്പോൾ ഫ്രീ ടിക്കറ്റ് ആയിരുന്നു അത് ഫസ്റ്റ്. അന്ന് മല്ലുമിനാട്ടി 3.0 അവർ കണ്ടക്ട് ചെയ്ത് ഫ്രീ ടിക്കറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടി. നമ്മൾ ആ ഫ്രീ ടിക്കറ്റിലാണ് പോയത്. അപ്പോൾ ഫ്രീ ടിക്കറ്റ് എന്ന് വിചാരിക്കുമ്പോൾ ഒരു നെക്സ്റ്റ് ഡേ മൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ ആയപ്പോൾ വിചാരിച്ചു ജസ്റ്റ് പോയി നോക്കാമെന്ന് വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഫ്രീ ടിക്കറ്റൊക്കെ അല്ലേ, അപ്പോൾ എന്താണെങ്കിലും പരിപാടി ബോറായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ പരിപാടി കിടിലായിരുന്നു. ഒരു ഫ്രീ ഉള്ള പോലെ അല്ലായിരുന്നു. പെയ്ഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പരിപാടി ഉഗ്രനായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പേര് നിന്നിട്ട് ഒരു 11 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഞാനും ഇവളും കൂടി എന്തൊക്കെയോ പറഞ്ഞ് കുറേ ഡാൻസൊക്കെ കളിച്ചു. അവിടെ ബാർ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. ബെല്ലടിക്കേണ്ടവർക്ക് അവിടെ പോയിട്ട് ബിയറൊക്കെ മേടിച്ച്, ബിയറോ എന്താണെന്ന് വെച്ചാൽ മേടിച്ചിട്ട് അടിക്കാം. പക്ഷേ ഇതൊക്കെ പെയ്ഡാ തോന്നുന്നുണ്ട്. ഇതൊന്നും ഫ്രീ ടിക്കറ്റിൽ ഉൾപ്പെടില്ല കേട്ടോ. പിന്നെ കുറേ ഇവർ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കണ്ടവർക്ക് അറിയാം. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു ഗൈസ്. അപ്പോൾ പിന്നെ Day 2 സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഗൈസ്, വെള്ളം കുടിക്കാത്ത പിള്ളേരെ പോലെ തോന്നുന്നുണ്ടോ? തികച്ചും യാദൃശ്ചികം മാത്രം. എങ്ങോട്ടാ? ആ ചെക്കൻ ഇപ്പൊ നിന്നെ കുത്തിയിട്ട് പോയനെ. എടേ നിക്കടി. ആ, നമ്മളെങ്ങടാ പോണേ? നമുക്ക് അവിടെ വരെ നടക്കാം. ഗൈസ്, ഇത് മോനിഷന്റെ ഫോണാട്ടോ. നമ്മൾ ഇപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് നമുക്ക് പോയി കുക്ക് ചെയ്യാം. മഴ വരുന്നുണ്ട്. അയ്യോ, നമ്മൾ പച്ചക്കറി മേടിച്ച് കഴിഞ്ഞു. ആൻറ്റി ഹായ് சொல்லுங்க, യൂട്യൂബ് വീഡിയോ. അങ്ങനെ നമ്മളവിടെ ആൻറ്റീനെ കൊണ്ട് ഹായ് ഒക്കെ പറയിപ്പിച്ചു. സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് ഞാൻ പച്ചക്കറി മേടിക്കൽ.
പിന്നെ നമ്മൾ നേരെ തൃശ്ശൂർക്കാരിൽ വന്നു. കാരണം അന്ന് കറി ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പാർ ഇവിടെ 20 രൂപ 30 രൂപ അങ്ങനെ എന്തോ 20-30 എന്തായിരുന്നു ഓർമ്മയില്ല, കൊടുത്താൽ കിട്ടും. നോർമലി തിരക്കുള്ള ദിവസമൊക്കെ ഞാൻ ഇവിടുന്ന് സാമ്പാർ മേടിക്കും ഉച്ചയ്ക്ക്, ചിലപ്പോൾ ലീവുള്ള ദിവസമൊക്കെ അല്ലെങ്കിൽ ഓർഡർ ചെയ്യും എന്തെങ്കിലും ഒന്ന്. അപ്പോൾ അവിടുന്ന് ഫിഷ് കറിയും സാമ്പാറും മേടിച്ചു. എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു മരിച്ച ആൾക്കാരെ കൊണ്ടുപോകണ്ടായിരുന്നു. മരിച്ച ഫ്യൂണറൽ എന്നല്ലല്ലോ അതിന് പറയാ, ഫ്യൂണറൽ കണ്ടു. ഡെഡ് ബോഡി ആയിട്ട് നമ്മളെ തമിഴ്നാട് അതേപോലെ കർണാടക ഭാഗത്തുള്ളവരൊക്കെ ഇങ്ങനെയാണല്ലോ പോവാ. നമ്മൾ കേരളക്കാർ ഇങ്ങനെയല്ല, കേരളത്തിൽ ഇങ്ങനെ ഇല്ല അതുകൊണ്ടല്ലേ. ഇവര് ഫുള്ള് ഇലയും പൂവൊക്കെ ഇട്ട് ഇനി ഇങ്ങോട്ട് വരും തോന്നുന്നു. പിന്നെ ഈ റോഡ് കണക്ട് ചെയ്ത് വരുന്ന തോന്നണം, കാരണം അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇവര് ഫുൾ റോഡിലും എന്താ പറയാ ഇങ്ങനെ ഇട്ടിട്ട് ചെടിയൊക്കെ ഇട്ടിട്ട് അല്ലേ. ഇതെനിക്ക് തോന്നുന്നു ഇതിന്റെ തത്വം അല്ല, അവരെ സന്തോഷിപ്പിച്ച് വിടാൻ വേണ്ടിട്ട് എന്തൊക്കെയോ മാക്സിമം ചെയ്യാനാണ് സംഭവം. അവർക്ക് പേടിയാണ് ആൾക്കാർ, അതാണ് സംഭവം. അവർ പ്രേതം പോകുന്നു അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. പ്രേതം ഉണ്ടാവും, അത് പോകും അടിച്ചാൽ. അതാണ് ഇത്രയും തത്വം. എനിക്കറിയില്ല കേട്ടോ എന്താണെന്ന്. ഇവിടെ രാവിലെ തുടങ്ങുകയാണ്. നമുക്കെന്നാ അവിടെ വരെ പോയി നോക്കാം. ഇന്ന് എനിക്ക് വർക്കില്ല, ലീവാണ്. സോ ഐ എം ലീവ് എടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഇത് കണ്ടു. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു, തിരിച്ചു വന്ന് ഇതിലൂടെ പോയെന്ന് തോന്നുന്നത്. ഫ്ലവറൊക്കെ ഉണ്ട്. മുത്തശ്ശീനെ മനസ്സിലായോ നിനക്ക്? നമ്മളെ ഫ്ലാറ്റിന്റെ താഴെ നിൽക്കുന്ന മുത്തശ്ശി, അത് എപ്പോഴും അവിടെ ഉണ്ടാവും. ഇവിടുത്തെ അലാറംസ് ആണ് ഗൈസ് ഇതൊക്കെ. പേപ്പർ, എന്താ പറയാ, പച്ചക്കറി, മാംഗോ, ഫ്രൂട്ട്സ്. നിങ്ങൾക്ക് കൊട്ട് കേൾക്കുന്നുണ്ടോ? നമ്മളോട് ഇങ്ങനത്തെ കൊട്ടൊക്കെ അമ്പലത്തിലെ പരിപാടിയൊക്കെ ആകുമ്പോഴാണ് കേൾക്കാം. അത് നോക്കണോക്കെ. ഒരു സിനാറിയോ അവരത് കോമഡി ആക്കി എടുത്തേക്കുക. അപ്പൊ ഒരു കോമഡി അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. എനിക്ക് ചിരി വന്നു. അവിടെ ചിരിക്കാൻ പറ്റില്ല, പക്ഷേ കൊട്ടണവരൊക്കെ ചിരിക്കണുണ്ട്. അവർക്കത് കോമഡി ആയിട്ട് തോന്നണോ കണ്ടിട്ട്. ഞാൻ പക്ഷെ ഡെഡ് ബോഡി നോക്കിയില്ല. ഈ നോക്കിയോ? ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞു നമ്മളെ പോലാണ്. ഒരു അടിയുന്നേരം കൂടിയ ഫീൽ ഉണ്ടോ? ഇവിടെ ഡെഡ് ബോഡി നോക്കിയിട്ടില്ല ഗൈസ്. എന്താ എനിക്കൊരു പേടി? പക്ഷെ എന്റെ ഡൗട്ട്, ഇയാളപ്പോ എപ്പ മരിച്ചായിരിക്കും? ശരിക്കും നീ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടാ? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഗൈസ്, ഇവളാണ് കുക്ക്. അതെ, ഞാൻ നോക്കി നിൽക്കുന്ന കുക്കാണ്. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഡേ 2 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഒരു ജീൻസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ചെറുതാക്കാട്ടോ പോയിട്ട് എന്താ ലേഡീസ് ടൈലറിങ് ഷോപ്പിൽ പോയിട്ട്, ഏതെങ്കിലും ടൈലറിങ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ചെറുതാക്കാം. അപ്പോൾ ഇന്ന് നല്ല സണ്ണൊക്കെ ഉള്ളൊരു ഡേ ആട്ടോ. സണ്ണുണ്ട് അല്ലേ? അവിടെ ആളുണ്ട്. നമ്മൾ തവരേക്കര റോഡിലുള്ള ഒരു ഷോപ്പിൽ വന്ന് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. പക്ഷെ ഇവിടെ ആളില്ല. നല്ല ബ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ.
എനിക്ക് ഈ പച്ച റോസ് ഇഷ്ടമായി. എൻഡിലെ എംബ്രോയിഡറി മാത്രം. ഗൈസ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അവർ കട തുറന്നിട്ടുണ്ട്, പക്ഷെ വൈകുന്നേരം വരുള്ളൂ അത്ര. ഓരോ ടൈപ്സ് ഓഫ് ഷോപ്സ്. ഇനി ഇവിടെ തുന്നണ ഷോപ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇതന്നെ ഇടാം തൽക്കാലം. പക്ഷെ എനിക്കിത് പാകമല്ല, നോക്കാം. നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ ആൻറ്റി അവിടെ ഇല്ല, ആൻറ്റിയുടെ മോളാണ് അവിടെ ഉള്ളത്. ആൻറ്റി വരട്ടെ. ഞാൻ കയറുന്ന ഓട്ടോറിക്ഷ ഒന്നും ഇതുവരെ നിന്നിട്ടില്ല. നീ ഇവിടെ ഉണ്ടായിട്ടാ. ഫൈനലി ഗൈസ് നമ്മൾ സ്റ്റുഡിയോക്ക് പോകണം. മഴക്കാറൊക്കെ ഉണ്ടല്ലേ കുറച്ച്. മഴ പെയ്യില്ലാന്ന് തോന്നുന്നു. എന്താ ഇവിടെ ഈ ഡ്രസ്സ് രസമുണ്ടല്ലേ ഗൈസ്. നമ്മളിപ്പോൾ കോർമംഗലാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഞാൻ വന്നിട്ട് ഞങ്ങൾ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാം. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഈ വീക്ക് കംപ്ലീറ്റ് വയ്യായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല, എഡിറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ നമ്മൾ നേരെ ഡയറക്റ്റ് സ്റ്റുഡിയോ പോയി. സ്റ്റുഡിയോക്ക് നമുക്ക് നടക്കേണ്ട ഡിസ്റ്റൻസേ ഉള്ളൂ എങ്കിലും നമ്മൾ ഓട്ടോയിലാണ് പോയത്. അന്ന് മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. എനിക്കൊന്നും ഇഷ്ടമായില്ല, ഞാൻ സ്റ്റുഡിയോയിൽ ഒന്നും മേടിച്ചില്ല. അവൾ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ലിപ് ബാം എന്തോ മേടിച്ചു. ഇപ്പോൾ നമ്മളെ കോർമംഗല സ്റ്റുഡിയോൻ്റെ ഷോപ്പ് ഡ്രസ്സ് പ്ലസ് കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിലും അപ്പുറത്ത് അവർ ഈ കോസ്മെറ്റിക്സിന് മാത്രമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. സെയിം റേറ്റാണ് സ്റ്റുഡിയോൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്കിഷ്ടമായിട്ടോ. മറ്റേ മിയാമിന്ന് എഴുതിയിട്ടുള്ളൊരു ടീഷർട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നു, ബ്ലാക്കും വൈറ്റും. അതെനിക്കിപ്പോൾ ഇഷ്ടമായി. പക്ഷേ അവിടെ നോക്കിയപ്പോൾ ഇഷ്ടമായി. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ മിററിൽ കൂടി നടന്ന് വീഡിയോ എടുക്കണത് എപ്പോഴും ഒരു ഇഷ്ടമായി. എനിക്ക് ഈ ഗ്രീൻ ബാഗും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഈ റെഡ് ചെരുപ്പും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഷൂ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിന് എത്രയാ 499 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ അതപ്പോൾ വേണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റുഡിയോയിൽ എന്തോ ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ് ആ കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട്. വലിയ കാര്യമൊന്നുമില്ല, സെയിം റേറ്റും സെയിം തിങ്സും ആണ് ഇതിനകത്തുള്ളത് കേട്ടോ. പിന്നെ എനിക്കിതാ ഈ സ്പ്രേൻ്റെ ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമായി. ആ കളേഴ്സ് ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ് അല്ലേ. പിന്നെ അവൾ ആ ലിപ് ബാം ഞാൻ പറഞ്ഞില്ല, അവൾ ലിപ് ബാം എടുത്തത് ബില്ല് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും എടുത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ സ്റ്റുഡിയോൻ്റെ, ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചില ഡ്രസ്സുകൾ മാത്രമേ എനിക്ക് ഇഷ്ടമാവുള്ളൂ. എല്ലാ ഡ്രസ്സും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ആൻഡ് സ്റ്റുഡിയോൻ്റെ കോസ്മെറ്റിക്സ് ഒന്നും ഞാനധികം മേടിക്കാറില്ല, എനിക്ക് അത്ര എഫക്റ്റീവായി തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്തതൊന്ന് കാണിക്കുമെന്ന് അവളെടുത്ത് പറഞ്ഞായിരുന്നു. കളർ ഡിമ്മായി പോകുന്നുണ്ട്, അത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ബ്ലൂ കളർ അടിച്ച സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. ഇത് ഗ്രീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീനും മാറി നരച്ച പോലെ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഹെയർ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എനിക്ക് ആക്ച്വലി ലോങ് ഹെയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. പക്ഷേ അപ്പോൾ ഞാൻ അതുപോലെ എന്തെങ്കിലും ഒരു ഇത് എൻ്റെ ഹെയറിൽ കാട്ടി വയ്ക്കും. പിന്നെ എനിക്കത് ഷോർട്ട് ആക്കേണ്ടി വരും. ഇനി ഞാൻ എന്തെങ്കിലും ലെയർ അടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഈ കളറൊക്കെ ഒന്ന് പോയും കിട്ടുമല്ലോ. എന്തായാലും സ്പ്ലിറ്റ് വന്നിട്ടുമുണ്ട്. പിന്നെ എനിക്ക് ഈ ബാഗ് ഇഷ്ടമായിരുന്നു. അത് ഞാൻ എപ്പോൾ സ്റ്റുഡിയോ പോലും കാണുന്ന സാധനം കേട്ടോ. മേടിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ കളർ എങ്ങാനും ഡിമ്മായി പോയല്ലോ, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ആരെയും മേടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, നല്ലതാണെങ്കിൽ. പിന്നെ നമ്മൾ നേരെ റഹേജ് ആർക്കേഡിലേക്ക് നടന്നു. കോർമംഗലം അറിയുന്നവർക്ക് അറിയാം, സ്റ്റുഡിയോ ഒന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ റഹേജ് ആർക്കേഡിലേക്ക്. പണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കളക്ഷൻസ് വളരെ കുറവാണ്. ഞാൻ ഒരു ടോപ്പ് എടുത്തിട്ട് പോന്നു, അവളൊരു ടീഷർട്ട് എന്തോ മേടിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. പിന്നെ നമുക്ക് പോകാനായി സമയം 5:45, 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ നെക്സസ് മോളിൽ നടന്നു വന്നു. അവിടെ നിന്ന് ഒക്കെ ഒരു സർക്കിളിൽ എന്നുള്ള പറയുന്ന പോലെയാണ്. അവളവിടെ നിന്ന് നെക്സസ് മോളിൽ നിന്ന് നേരെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് അവളെ അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് ആ നെക്സസ് മോളിൻ്റെ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് നടന്ന് ആ സൈഡിൽ നിന്ന് പിന്നെ എനിക്ക് റൂമിലേക്ക് കുറച്ചേ ഉള്ളൂ. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു ബുക്ക് സ്റ്റോൾ എന്തോ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടു. അങ്ങനെ ബുക്ക് സ്റ്റോളൊക്കെ കണ്ട് ഞാൻ നേരെ നമ്മളെ തവരേക്കര വഴി എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ലൈറ്റായിട്ട് മഴ പൊടിയുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.